എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള കാര്യം, ഇപ്പം നിങ്ങൾ മേക്കപ്പ് ആർട്ടിസ്റ്റുകളോ നിങ്ങൾക്ക് പരിചയമുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റുകളോ ബ്യൂട്ടി ഫീൽഡിലുള്ള ആൾക്കാരാണെങ്കിൽ അവരോട് പറയുക, നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പം വളരെ ഹൈജീനിക് ആയിട്ട് ചെയ്യാൻ പറയുക. ഇപ്പം നമ്മളൊരു സാനിറ്റൈസർ ഉപയോഗിച്ചത് കൊണ്ടോ നമ്മളൊരു ഡിസ്പോസിബിൾ ഉപയോഗിച്ചത് കൊണ്ടോ നമ്മൾ എന്താ പറയുക N95 മാസ്ക് ഇട്ടത് കൊണ്ടോ നമ്മുടെ പ്രൊഡക്റ്റ് ഡിസിൻഫെക്റ്റ് ആവില്ല. പല ബ്യൂട്ടീഷ്യന്മാരും മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ലിപ്സ്റ്റിക് ഒക്കെ നേരെയാണ് ഉപയോഗിക്കുന്നത് ക്ലയൻസിൽ. അപ്പൊ അറ്റ്ലീസ്റ്റ് ക്ലയൻസ് ചിന്തിക്കണം, എന്റെ ചുണ്ടിൽ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ ലിപ്സ്റ്റിക് എത്ര ആൾക്കാരുടെ ചുണ്ടിൽ പോയി കാണും. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. നിങ്ങളിപ്പം ഒരു മേക്കപ്പ് സർവീസ് എടുത്തു, ആ ആർട്ടിസ്റ്റ് ഹൈജീനിക് ആയിട്ട് മേക്കപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പിറ്റേ ദിവസം തൊട്ടേ അതിന്റെ അലർജിയോ അതിന്റെ പ്രോബ്ലംസോ കാണാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് കാണുന്നത് ചിലപ്പോൾ 1-2 ആഴ്ച ഇരുന്നിട്ടായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് ടൈം എടുത്തിട്ടായിരിക്കും നിങ്ങൾക്ക് അതിന്റെ ഒരു സാധനങ്ങളും ഒക്കെ കാണാൻ പറ്റുക, നിങ്ങൾക്ക് സ്കിൻ ഇഷ്യൂസ് ഒക്കെ കാണാൻ പറ്റുക. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ആസ് എ മേക്കപ്പ് ആർട്ടിസ്റ്റ്, അല്ലെങ്കിൽ നിങ്ങളൊരു ബ്യൂട്ടീഷ്യൻ അല്ലെങ്കിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെങ്കിൽ ഹൈജീനിക് ആയിട്ട് ക്ലയൻസിന് മേക്കപ്പ് ചെയ്യുക എന്നുള്ളത്. ഞങ്ങളിവിടെ ഓത്തിലൊക്കെ പറയുന്ന വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ നമ്മുടെ ഒരു അലസത കൊണ്ടോ ഒരു പ്രശ്നം കൊണ്ടോ നമ്മുടെ ഒരു മടി കൊണ്ടോ നമ്മുടെ ഒരു സൂക്ഷ്മത ഇല്ലാണ്ട് ഒരു കുട്ടിക്കും ഒരു ഡോക്ടറെ അടുത്ത് പോവാനോ ഒരു ഗുളിക കഴിക്കാനോ നമ്മൾ ഇടം വരുത്തരുത്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ക്ലയൻസ് നമ്മൾക്ക് ഭയങ്കര റെസ്പെക്ട് കൊടുക്കേണ്ടതാണ്. ക്ലയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത് അങ്ങനെയാണ്.